അവൻ രഹസ്യമായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കുറ്റം ആരുടെ കയ്യിലാകും? യോസഫിന്റെ കയ്യിലാകും. ഈ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണെന്നേ ലോകം പറയത്തുള്ളൂ, യോസഫാണെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ടെന്താ, അവന്റെ ജീവിതം പോയി. പിന്നെ ആരെങ്കിലും അവന് പെണ്ണ് കൊടുക്കുവോ? ഇല്ല. നാട്ടുകാരെ പെൺപിള്ളേരുള്ള അപ്പന്മാരൊക്കെ പറയും, ആ ചെറുക്കൻ്റെ അടുത്തൊക്കെ പോയേക്കല്ല, അവന്റെ കണ്ണിപ്പെട്ട് പോകല്ലോ കേട്ടോ, കള്ളൻ എന്നായിരിക്കും യോസഫിനെ കുറിച്ച് ആളുകൾ പറയുന്നത്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ? എന്തിനു വേണ്ടിയാണ്? മറിയയെ രക്ഷിക്കാൻ വേണ്ടി, മറിയയ്ക്ക് ലോകാപവാദം വരുത്താതിരിക്കേണ്ടതിന് യോസഫ് ലോകാപവാദം ഏറ്റെടുക്കുകയാണ്. എങ്ങനെയുള്ള മറിയയ്ക്ക്? യോസഫേ യോസഫേ എന്ന് പറഞ്ഞങ്ങ് അവന്റെ മനസ്സിലെന്താണ്? തന്നെ വഞ്ചിച്ച ഒരു സ്ത്രീയാണ് മറിയ. തന്നെ വഞ്ചിച്ച സ്ത്രീക്ക് ലോകാപവാദം വരുത്തരുതെന്ന് യോസഫ് തീരുമാനിച്ചെന്നു. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് ആർദ്രത എന്ന് പറയുന്നത്. അതാണ് മനസ്സലിവെന്ന് പറയുന്നത്. അതാണ് നീതി എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായി ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന്റെ ഇടപെടൽ കൂടാതെ ഒരിക്കലും അത് ഉണ്ടാവില്ല. നമ്മളെ വഞ്ചിക്കുന്നവർക്ക് വേണ്ടി പോലും, അവർക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുവാൻ, അവരെ രക്ഷിക്കാൻ, അവരെ തിരിച്ചു വഞ്ചിക്കാനല്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുവാനുമല്ല, അല്ലേ? സന്തോഷിക്കുവാനുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോത്തിന്റെ അബ്രഹാമിന്റെ സ്റ്റോറിയിൽ ലോത്ത് അബ്രഹാമിനെ കളിപ്പിക്കുകയായിരുന്നു. നീരോട്ടമുള്ള സ്ഥലമെല്ലാം അവൻ എടുത്തുകൊണ്ട് പോയി. ശരിക്കും അബ്രഹാമിന്റെ നമുക്ക് ആ സ്റ്റോറി അറിയാവുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ തന്നെ കളിപ്പിച്ചേച്ചു പോയ ലോത്ത് അപകടത്തിലായെന്ന് കണ്ടപ്പോൾ അബ്രഹാം പറയുന്നത്, അന്നേ ഞാൻ ചിന്തിച്ചതാ, ഇതിന് ദൈവം എന്തെങ്കിലും അവന് കൊടുക്കാതിരിക്കത്തില്ലെന്ന്. നമ്മൾ ആരാണെങ്കിലും പറയാൻ സാധ്യതയുള്ള കാര്യമാണ്. എടാ, അവൻ എന്നെ കളിപ്പിച്ചു. എന്നാ നമുക്കൊരു ഇതുണ്ടല്ലോ, പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് പറയുന്നത് പോലെ നമ്മൾ പറഞ്ഞു, അതിന് ദൈവം കൊടുത്ത, നമ്മളൊക്കെ ഇത് പറഞ്ഞു. പക്ഷേ തൻ്റെ സഹോദരനായ ലോത്ത്, തന്നെ കളിപ്പിച്ചേച്ചു പോയ ലോത്ത്, തന്നെ ദുഃഖിപ്പിച്ചിട്ട് പോയ ലോത്ത് അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ തൻ്റെ ഭവനത്തിൽ ജനിച്ച 318 അഭ്യാസികളെയും കൊണ്ട് അവന് ചെന്ന് സ്വന്തം ജീവൻ പണയം വെച്ച്. ഒരു കാര്യം മനസ്സിലാക്കണം, 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരോടാണ് അബ്രഹാം വെറും 318 പേരെയും കൊണ്ട് യുദ്ധത്തിന് പോയത്. അല്ലാതെ ഒരു ചെറിയ സംഘത്തോടൊന്നുമല്ല. 5 രാജാക്കന്മാരെ തോൽപ്പിച്ച, നിങ്ങൾ ആ സ്റ്റോറി വായിക്കുമ്പം, ജനസിസ് ചാപ്റ്റർ 14 വായിക്കുമ്പോൾ അറിയാം, 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരോട് എതിരിടുവാൻ ശരിക്കും ഒരു സൈന്യത്തിന്റെ പിൻബലമില്ലാതെ അബ്രഹാം പോയത് അവന്റെ മനസ്സലിവാണ്. അതാണ് മനസ്സലിവ്. അവിടെ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല. കാര്യം ശക്തന്മാരായ 4 രാജാക്കന്മാരോട് പോരിടുവാനാണ് പോകുന്നത്. ആർക്കു വേണ്ടി? തന്നെ കളിപ്പിച്ചേച്ച് പോയ ലോത്തിന് വേണ്ടി. ഇതാണ് ദൈവസ്നേഹം. ഇതാണ് നമ്മുടെ സഭയിൽ ഇന്ന് വേണ്ടത്. എൻ്റെ സഹോദരന്റെ പ്രൊട്ടക്ഷൻ എൻ്റെ ചുമതലയാണ്. എൻ്റെ സഹോദരനെ മറ്റൊരാൾ ആക്രമിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവൻ എന്നെ കളിപ്പിച്ചതായിരിക്കും, അവൻ എന്നെ വഞ്ചിച്ചതായിരിക്കും, അവൻ എനിക്കെതിരെ കഥ ഉണ്ടാക്കിയതായിരിക്കും. ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. മറ്റൊരാൾ എന്നോട് എത്ര വിരോധമായി ഇടപെടുമ്പോഴും, ദോഷം ചെയ്യുമ്പോഴും, എൻ്റെ ജീവിതത്തിലാണെങ്കിലും ആരുടെ ജീവിതത്തിലാണെങ്കിലും ദോഷം ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, നീ എന്തെല്ലാം ദോഷം ചെയ്തു, പക്ഷേ കർത്താവ് ദൈവം നിന്നോട് ക്രിസ്തുവിൽ ക്ഷമിച്ചില്ലേ? അതുകൊണ്ട് നീ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ആദ്യത്തേത് അവസാനത്തേന്ന് പറഞ്ഞാൽ, ആദ്യത്തേത് ഞാൻ പറഞ്ഞല്ലോ, കയ്പ്. ചില ആളുകളോട് ഭയങ്കര ബിറ്റർനെസ് ഉള്ള ആളുകളുണ്ട്, ചില ആളുകളോട്. രണ്ടാമത്തെ ഒരു വലിയ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഫോർഗിവിങ് സ്പിരിറ്റ്. ഇന്ന് വിശ്വാസകോളത്തിൽ നമ്മളിതെല്ലാം പറയുമ്പോഴും ആരാധിക്കുമ്പോഴും പാട്ട് പാടുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷേ ചിലരോട് ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ചിലരോട് ക്ഷമിക്കാൻ അത് പിശാചിൻ്റെ ഒരു ആയുധമാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് അവൻ്റെ ഇടം കൊടുക്കരുത്. വി നീഡ് ടു ഫോർഗിവ് അതേഴ്സ് ആസ് ജീസസ് ഫോർഗേവ് us in Christ, as God forgave us in Christ. ക്രിസ്തുവിൽ ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ അന്യോന്യം ക്ഷമിക്കണം. എല്ലാവരോടും ക്ഷമിക്കണം. പിന്നെ വേറൊരു കാര്യം, ക്ഷമിക്കുമ്പോൾ അത് നമുക്കൊരു സൗഖ്യമാണ്. ഒരാൾ പറഞ്ഞൊരു വാചകമുണ്ട്, when you are forgiving you are releasing a person from prison. നിങ്ങൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ നിങ്ങൾ ഒരാളെ തടവിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. എന്നിട്ട് നമുക്കപ്പോൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും അത് ശരിയാണ്, നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ അയാളെ നമ്മൾ തടവിൽ നിന്ന് മോചിപ്പിക്കുകയാണെന്ന്. പക്ഷേ എഴുതിയ ആൾ പറഞ്ഞത് അങ്ങനെയല്ല. when you forgive somebody you are releasing a person from prison and that person is you yourself. അതാരാണ്? അത് നിങ്ങൾ തന്നെയാണ്. കാരണം അൺഫോർഗിവിങ് സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തി തടവിൽ കഴിയുന്ന വ്യക്തിയാണ്. അൺഫോർഗിവിങ് സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തി തടവിൽ കഴിയുന്ന വ്യക്തിയാണ്. എനിക്ക് ഫ്രീഡം ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നവനായിരിക്കണം.
എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും തടവിലാണ്. എനിക്ക് ഉറക്കം വരത്തില്ല. എൻ്റെ മനസ്സിൽ, ചിന്തകളിൽ ഒക്കെ അസ്വസ്ഥനാകുന്നതിൻ്റെ കാരണം എന്നറിയാമോ? ഒന്ന്, നമ്മിൽ മറ്റൊരാളോട് ബിറ്റർനെസ് ഉണ്ടെങ്കിൽ ഭയങ്കര ശല്യമാണത്. ആരോടെങ്കിലും കയ്പുള്ള ഒരു വ്യക്തി, അവന് ഉറക്കം വരത്തില്ല. 2, ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. ഞാനിന്ന് പറയട്ടെ, നമ്മളെ തന്നെ റിലീസ് ചെയ്യാനുള്ള മാർഗം എല്ലാ കയ്പും, കോപവും, ക്രോധവും, ഈർഷ്യയും, അതേപോലെ അൺഫോർഗിവിങ് സ്പിരിറ്റിനെയൊക്കെ ഒന്ന് പുറത്താക്കുക. അവിടെയൊക്കെയാ ഈ ഭൂതങ്ങളെ പുറത്താക്കേണ്ടത്. ഇതൊക്കെയാ ഭൂതം. യഥാർത്ഥത്തിൽ നമ്മിൽ പല ഭൂതങ്ങളുണ്ട്. എന്ത്? അൺഫോർഗിവിങ് ഭൂതം, മറ്റുള്ളവരോട് കയ്പുള്ള ഭൂതം, കയ്പിന്റെ ഭൂതം, ക്രോധത്തിന്റെ ഭൂതം, കോപത്തിന്റെ ഭൂതം. ഈ ഭൂതത്തെയൊക്കെ ആദ്യം പുറത്താക്കുക, പിന്നാട്ട് മറ്റുള്ളവരിലെ ഭൂതത്തെയൊക്കെ പുറത്താക്കുന്നു. മറ്റുള്ളവരിലെ ഭൂതത്തെ പുറത്താക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള ഭൂതത്തെ പുറത്താക്കണം. എന്ത്? കയ്പ് ഉപേക്ഷിക്കുക. അൺഫോർഗിവിങ് സ്പിരിറ്റ്, അത് തന്നെ ഉപയോഗിക്കുക. അൺഫോർഗിവിങ് സ്പിരിറ്റ് തന്നെ ഉപയോഗിക്കുന്നത് ശരിക്കും, അല്ലേ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ അൺഫോർഗിവിങ് സ്പിരിറ്റ് ശരിക്കും അങ്ങനെയുള്ള അതൊരു സ്പിരിറ്റാണ്, ഒരു സ്പിരിറ്റാണ്. എന്നിട്ട് നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാഗങ്ങളിൽ നമുക്ക് ആകയാൽ പ്രിയ മക്കൾ എന്നപോലെ കർത്താവിനെ അനുകരിപ്പിൻ, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അന്യോന്യമുള്ള കൂട്ടായ്മയുടെ ഏറ്റവും പ്രത്യേകത എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. ഇപ്പം ഇത്രയും സമയങ്ങളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെയൊക്കെ ആത്യന്തികമായി അതുകൊണ്ടാണ് 5-ാം അധ്യായം തുടങ്ങുമ്പോൾ മുകളിൽ പറഞ്ഞിട്ട് പറയാണ്, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പിൻ. വി നീഡ് ടു ഇമിറ്റേറ്റ് ഗാഡ്. Be imitators, therefore imitators or followers of God as dear children. പ്രിയ മക്കൾ എന്നതുപോലെ നമ്മൾ മാറി നിന്ന് അനുകരിക്കുകയല്ല, മക്കൾ എന്നതുപോലെ അനുകരിക്കുകയാണ്. ഞാൻ ദൈവത്തെ അനുകരിക്കുന്നത് മാറി നിന്നല്ല. മക്കൾ അനുകരിക്കുന്നതും മറ്റുള്ളവർ അനുകരിക്കുന്നതും രണ്ടാണ്. എനിക്ക് വേണമെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെ എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ജീവിതശൈലിയൊക്കെ പഠിച്ചേച്ച് എനിക്ക് മഹാത്മാഗാന്ധിയെ അനുകരിക്കാനായിട്ട് ചിലപ്പം നോക്കിയാൽ പറ്റിയെന്നിരിക്കും. കുറച്ചൊക്കെ എനിക്കറിയില്ല, ഞാൻ അനുകരിക്കാനൊന്നും പോകല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അനുകരണമല്ല ക്രിസ്തീയ, അല്ലെങ്കിൽ ആ ലെവലിലല്ല നമ്മൾ ദൈവത്തെ അനുകരിക്കുന്നത്. എങ്ങനെയാണ്? ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗാഡ് ആസ് ഡിയർ ചിൽഡ്രൻ. മക്കൾ അപ്പനെ അനുകരിക്കുന്നത് അത് ഇൻബോണായിട്ട് അങ്ങ് നടക്കുകയാണ്. അല്ലാതെ ഇതിനകത്ത് ഒരു അല്ലാത്ത ഒരു എഫേർട്ട് കൊണ്ട് മാത്രം നടക്കുകയല്ല. നമ്മൾ ദൈവത്തെ, നമ്മൾ യേശുവിനെ അറിയുന്നത്, നമ്മൾ യേശുവിനെ മാറി നിന്ന് വീക്ഷിച്ചതിന് ശേഷം അതുപോലെ നടക്കാനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒത്തിരി പാളിച്ചുണ്ടാകും. പക്ഷേ വെൻ വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്, വെൻ വി ആർ ഡിയർ ചിൽഡ്രൻ, ദെൻ നാച്ചുറലി വി ആർ ഏബിൾ ടു ഇമിറ്റേറ്റ് ഗാഡ്. നമുക്കതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്, പവർ ഉണ്ട്. എൻ്റെ മക്കൾ എന്നെ അനുകരിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് അനുകരിക്കാൻ പറ്റില്ല. കാര്യം മറ്റൊരാളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നെ നോക്കിയും കണ്ടുമാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എൻ്റെ മക്കളിൽ എൻ്റെ ജീനുകൾ കിടക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ അവർ പോലും അറിയാതെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ അനുകരിക്കുന്നുണ്ട് അറിയാതെ. എൻ്റെ മക്കൾ ചിലപ്പോൾ ഞാൻ നടക്കുന്നത് പോലെ അറിയാതെ നടന്നു പോകും, അല്ലേ? ചിലപ്പോൾ ആളുകൾ കാണുമ്പോൾ പറയും, അപ്പൻ നടക്കുന്നത് പോലെ തന്നെ ഇവളും നടക്കുന്നതെന്ന് ചിലപ്പോൾ പറയും, അല്ലേ? എന്തുകൊണ്ടാണ്? അത് പ്ലാൻഡ് ആയിട്ടുള്ള അനുകരണം ഒന്നും അല്ല, ജീനുകളിലൂടെ പകർന്നു കിട്ടിയത്. ഇതുപോലെ നമ്മൾ മക്കൾ അനുകരിക്കുന്നത് പോലെ വേണം ദൈവത്തെ അനുകരിപ്പാൻ. അല്ലാതെ വേറൊരാൾ മാറി നിന്ന് അനുകരിക്കുന്നത് പോലെ ആകരുത്. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. സ്നേഹത്തിൽ നടപ്പിൻ എന്ന് പറയുന്നത്, സ്നേഹത്തിൽ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പദ്ധതിയുണ്ട്. സ്നേഹത്തിൽ നടക്കുകയാണെന്ന് അറിയുന്നത് എങ്ങനെയാണ്? ക്രിസ്തു സ്നേഹിച്ചത് എങ്ങനെയാണ്? ക്രിസ്തു സ്നേഹിച്ചപ്പോൾ എന്ത് ചെയ്തു? ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു. സ്നേഹിച്ചപ്പോൾ എന്താണ്? നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു എന്നതുപോലെ നിങ്ങൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ഒരു യാഗമായി തീരും. ക്രിസ്തു എന്നെ സ്നേഹിച്ചപ്പോൾ എനിക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? യാഗമായി തീർന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് വേണ്ടി ഞാനും യാഗമായി തീരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ സോ ദാറ്റ് ഹൂസോവർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് ഇറ്റേണൽ ലൈഫ്. എല്ലാവർക്കും അറിയാം. എന്നാൽ 1 യോഹന്നാൻ 3:16 പലർക്കും അറിയത്തില്ല. 1 യോഹന്നാൻ 3:16 പറയുന്നത് ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമ്മുടെ സ്നേഹം എന്തെന്ന് അറിയുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഇരിക്കുന്നത്, നാമും നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതിനാണ്. അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്നു. അത് നല്ല കാര്യമോ, പറയാൻ എളുപ്പമാണ്. പക്ഷേ അടുത്ത പ്രാക്ടിക്കലായിട്ട് എന്ത് വേണം? നമ്മളും
സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. ദാറ്റ് ഈസ് ലവ്. ദാറ്റ് ഈസ് ലവ്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. വാസ്തവത്തിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ ചില പറയാനുണ്ട്, ഞാൻ ലോകത്തിൽ നേടിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന പല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാൻ പറയുന്ന സുഹൃത്തുക്കളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നിങ്ങളിൽ ഒരാളെ ഞാൻ കൊല്ലാൻ പോകുകയാണ്, അത് ആരാണെന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ഇട്ടേച്ച് പോകാത്ത പല കൂട്ടുകാരെനിക്കുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഒരാളും പറയത്തില്ല, സാജു ഞാനെന്നാ പൊക്കോട്ടെ. അവർ പറയുന്ന ഒരാളെ അവർ കൊല്ലുമെന്നാ, എനിക്ക് കുറച്ച് അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നവരല്ല എൻ്റെ മിക്ക സുഹൃത്തുക്കളും. അവർ പറയുന്നതായിരിക്കും, സാജു മാറിയില്ല, അവൻ എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് മുന്നിൽ കയറി നിൽക്കുന്ന പല സുഹൃത്തുക്കളും എനിക്കുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ മോനെ നീ കയറി നിൽക്കടാ എന്ന് ഞാൻ പറയത്തുമില്ല. അങ്ങനെ ഞാൻ പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുന്ന കൂട്ടുകാരെനിക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ പറയത്തില്ല. ഐ എം റെഡി ടു ഡൈ ഫോർ മൈ ബ്രദർ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് കൂട്ടുകാര്, സഹോദരങ്ങൾ ഉണ്ട്. എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്നുള്ളതാണ് ലോകത്തിൽ ഞാൻ നേടിയ ഏറ്റവും വലിയ സമ്പാദ്യം. ലോകത്തിൽ ഞാൻ നേടിയ ഏറ്റവും വലിയ സമ്പാദ്യം. സ്വർഗത്തിൽ എനിക്ക് യേശു കൊണ്ടെല്ലാം ഉണ്ട്. പക്ഷേ ലോകത്തിൽ ഞാൻ നേടിയ സമ്പാദ്യം ഇത്തരത്തിലുള്ള സൗഹൃദമാണ്, ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളാണ്. അതാണ് പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബന്ധങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എന്താണ് ആ ബന്ധങ്ങളിലെ സഭയ്ക്കുള്ളിലുള്ള സഹോദരങ്ങൾ തമ്മിലുള്ള അന്യോന്യ ബന്ധമാണ് നമ്മൾ പറയുന്നത്. We need to see that we are even ready to die for others. Why? Because when Jesus loved us, he was ready to die for us. യേശു എന്നെ സ്നേഹിച്ചപ്പോൾ അവൻ എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുമ്പോൾ അവന് വേണ്ടി മരിക്കാനും തയ്യാറായിരിക്കണം. 3-ാമത്തെ വാക്യത്തിൽ മുതൽ വായിക്കുമ്പോൾ, ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും ചെയ്യരുത്. ഉണ്ടാകരുതെന്ന് തന്നെയല്ല, അതിൻ്റെ പേര് പറയും. അതായത് നാട്ടുകാർ പോലും പറയരുത് അവരുടെ ഇടയിൽ അത്യാഗ്രഹികളാണെന്ന്, അവരുടെ ഇടയിൽ ദുർനടപ്പുകാരാണെന്ന്, അവരിൽ അശുദ്ധി ഉണ്ടെന്ന്, അത്യാഗ്രഹികളാണെന്ന് ഇടയിൽ പേര് പറയുക പോലും ചെയ്യരുത്. ദൈവസഭയെക്കുറിച്ച് അപവാദം പറയുവാൻ ലോകത്തിന് ഒരവസരവും കൊടുക്കരുത്, ഒരവസരവും. അതുകൊണ്ട് ഒരു ഫോർണിക്കേഷൻ ആൻഡ് ഓൾ അൺക്ലീൻനെസ് ആൻഡ് കവച്ചിയസ്നെസ് ലെറ്റ് ഇറ്റ് നോട്ട് ബി വൺസ് നെയിംഡ് അമങ് യു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യരുതെന്ന് മാത്രമല്ല, മറ്റുള്ളവർ എന്നെക്കുറിച്ച് അത് ആരോപിക്കുക പോലും ചെയ്യുന്നത്. ചിലപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് പീപ്പിൾ, നമുക്കിപ്പം മനുഷ്യൻ്റെ വായ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയില്ലായിരിക്കും. പക്ഷേ അതിന് ഒരവസരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. എന്നെക്കുറിച്ചൊരു അപവാദം ഉണ്ടാകരുത്. കാര്യം എന്നെക്കുറിച്ചുണ്ടാകുന്ന അപവാദം ആർക്കാണ് ആത്യന്തികമായി പ്രശ്നം? ദൈവത്തിന്. അതുകൊണ്ടാണ് തിരുനാമം നിമിത്തം അവൻ എന്നെ നീതിവാദകളിൽ നടത്തുന്നുള്ള വാക്ക് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ നീതികെട്ട് നടന്നു കഴിഞ്ഞാൽ ആർക്കാണ് അപമാനം? തിരുനാമത്തിനാണ്. ദൈവനാമത്തിന് അപമാനം ഉണ്ടാക്കരുത്. അശുദ്ധിയും ദുർനടപ്പും അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും ആകരുത്. ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ഓരോന്നും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, നമുക്ക് സമയമില്ലല്ലോ. നിങ്ങളത് വായിച്ചു നോക്ക്. വിശുദ്ധന്മാർക്ക് ഉചിതമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാകാവൂ. അല്ലാതെ ഉചിതമല്ലാത്ത ചീത്തത്തരം, പൊട്ടച്ചൊൽ, ഫിൽത്തിനെസ്, നോർ ഫൂളിഷ് ടോക്കിംഗ്, പൊട്ടച്ചൊൽ, ഫൂളിഷ് ടോക്കിംഗ്, നോർ ജസ്റ്റിംഗ്, വിച്ച് ആർ നോട്ട് കൺവീനിയൻറ്റ് ബട്ട് റാദർ ഗിവിംഗ് ഓഫ് താങ്ക്സ്. അങ്ങനെയുള്ള ചേർച്ചയല്ലാത്ത യാതൊരു കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതെനിക്ക് ചേരുന്നതാണോ? എനിക്ക് ചേരുന്നതാണെന്നുള്ളതിൻ്റെ, എനിക്ക് ചേരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആസ് എ ചൈൽഡ് ഓഫ് ഗാഡ്, ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ എനിക്ക് ചേരുന്നത് മാത്രമേ ഞാൻ ചെയ്യാവൂ.